വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله العظيم. സൂറത്തുൽ മാഊനിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സൂറത്തുൽ മാഊനിന്റെ ഒരു ഭാഗം നാം പഠിച്ചു കഴിഞ്ഞു. പ്രത്യക്ഷമായി പരസ്യമായി പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളുടെ 2 ലക്ഷണങ്ങളാണ് നാം പഠിച്ചത്. ഇനി അതിന്റെ രണ്ടാമത്തെ ഭാഗം, പരസ്യമായി മുസ്ലിമാണ് എന്ന് വാദിക്കുകയും എന്നാൽ രഹസ്യമായിട്ട് കാപട്യം വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, 4-ാമത്തെ ആയത്ത്. ആദ്യം പറഞ്ഞ ലക്ഷണങ്ങൾ ഉള്ള ആളുകളെ പരാമർശിച്ചതിന് ശേഷം ഫ എന്ന അക്ഷരത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഫ സാധാരണ അതിനാൽ, അപ്പോൾ എന്നൊക്കെയാണ് അർത്ഥം പറയുക. എന്നാൽ ഇവിടെ ഇനി പറയാൻ പോകുന്നത് എന്നൊരാശയമാണ് ഫ എന്ന അക്ഷരത്തിനുള്ളത് എന്ന് പറയും. നേരത്തെ നാം ഫ പഠിച്ച സന്ദർഭം ഓർക്കുന്നുണ്ടാവും. സൂറത്തുൻ നസ്റിൽ ഒരു ഫ ഉണ്ടായിരുന്നു. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, അവിടെ ഒരു ഫ വന്നിരുന്നു. അതുപോലെ ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ, അവിടെയും ഫ വന്നിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ഫ വരികയാണ്. ഫ അതിനാൽ, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്നത് വൈലുൻ, നാശം എന്നാണ്. ആർക്കാ നാശം? ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. വൈൽ എന്ന വാക്ക് നാം ആദ്യമായിട്ട് പഠിക്കാണ്. പൊതുവെ നാശം എന്നാണ് ഇതിന് അർത്ഥം പറയാം. എന്നാൽ വൈൽ എന്നത് നരകത്തിലെ ഒരു പ്രത്യേക ഘട്ടമാണ് എന്ന് വ്യാഖ്യാനമുണ്ട്. വൈൽ എന്ന ചെരിവ് എന്ന് പറയാറില്ലേ? നരകത്തിലെ ഒരു പ്രത്യേക ഘട്ടമാണ്, ഒരു സന്ദർഭമാണ് വൈൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈല് കൊണ്ട് ആരംഭിക്കുന്ന ഒരു സൂറയില്ലേ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. അതുപോലെ മറ്റൊരു സൂറ വൈലുല്ലിൽ മുത്തഫിഫീൻ. അപ്പോ വൈൽ എന്നത് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുകയാണ്. വൈൽ, നാശം. ഫവൈൽ, ഇനി പറയുന്നത് നാശത്തെ കുറിച്ചാണ്. ആർക്കാണ് നാശം? ലിൽ മുസല്ലീൻ, മുസല്ലി, നമസ്കരിക്കുന്നവൻ. നമ്മൾ നേരത്തെ ഇവിടെ നമസ്കാരത്തെ കുറിച്ച് പഠിച്ചത്? ഇപ്പൊ കഴിഞ്ഞ സൂറയില് സൂറത്തുൽ കൗസറിൽ ഫസല്ലി എന്ന് പഠിച്ചിരുന്നു. ഫസല്ലി, അതിനാൽ നീ നമസ്കരിക്കുക എന്ന് നമ്മൾ പഠിച്ചു. ഇപ്പൊ സൊല്ല, നമസ്കരിച്ചു. യുസല്ലി, നമസ്കരിക്കുന്നു. സല്ലി, നീ നമസ്കരിക്കുക. നമസ്കരിക്കുന്ന ആൾക്കാണ് മുസല്ലി എന്ന് പറയുക. നമസ്കരിക്കുന്നവൻ മുസല്ലി എന്ന് പറയും. ഒരുപക്ഷെ മലയാളത്തില് മുസല്ലിയാർ എന്ന് പറയുന്നില്ലേ പണ്ഡിതന്മാരെ കുറിച്ച്? നമസ്കരിക്കുന്ന ആൾ എന്ന അർത്ഥത്തിലായിരിക്കാം മുസല്ലി. അതിന്റെ ബഹുവചനമാണ് മുസല്ലീൻ, നമസ്കാരക്കാർ, നമസ്കരിക്കുന്നവർ എന്നത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, അതിനാൽ നമസ്കാരക്കാർക്ക് നാശം. ഇത് കേൾക്കുമ്പോ നാം ആകെ അസ്വസ്ഥരായി പോകും. എന്താണ് അള്ളാഹു ഇങ്ങനെയൊക്കെ പറയുന്നത്? സാധാരണഗതിയിൽ നമുക്ക് പറയാൻ ഭയമുള്ള ഒരു ശൈലിയാണല്ലോ ഇത്. നമസ്കരിക്കുന്നവർക്ക് നാശം. ഇങ്ങനെ ഒരു ആയത്ത് കേട്ടാൽ ആളുകൾ നമസ്കാരം നിർത്തിക്കളയില്ലേ? പക്ഷെ ഇവിടെ ഇത് പറയുന്നത് നമസ്കാരം കൽപ്പിച്ച അള്ളാഹു തന്നെയാണ്. അപ്പോൾ വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. കേവലം നമസ്കാരം എന്ന ഒരു കർമ്മം ബാഹ്യമായ ഒരു ചടങ്ങായിട്ട് ശരീരം കൊണ്ട് കുത്തിമറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നമസ്കരിക്കുന്ന ആൾ
അയാളുടെ ജീവിതത്തിൽ നമസ്കാരത്തിന്റെ നന്മകളും ഗുണങ്ങളും നിലനിർത്തേണ്ടതുണ്ട്. അല്ലാതെ ബാഹ്യമായ ഒരു പ്രകടനം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. അത്തരം നമസ്കാരക്കാർക്ക് നാശം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ എടുത്തു പറയാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, അത്തരം നമസ്കാരക്കാർക്ക് നാശം. എന്താ അവരുടെ നമസ്കാരത്തിന്റെ പ്രത്യേകത? അല്ലദീന, അവർ, ഹും, അവർ തന്നെ, അൻ സംബന്ധിച്ച്, സ്വലാത്ത് നമസ്കാരം, അൻ സ്വലാത്തിഹിം അവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ, സാഹൂൻ അവർ അശ്രദ്ധരാണ്. സഹാ അശ്രദ്ധ കാണിച്ചു, മുളാരിയ യസ്ഹു അശ്രദ്ധ കാണിക്കുന്നു, സഹു അശ്രദ്ധ അല്ലെങ്കിൽ മറവി എന്ന ആശയത്തിനും ഉപയോഗിക്കും. സുജൂദു സഹു ഓർക്കുന്നില്ലേ? നമസ്കാര വേളയിൽ വല്ലതും മറന്നു പോകുമ്പോൾ അതിന് പരിഹാരമായിട്ട് നമസ്കാരത്തിന്റെ അവസാന ഘട്ടത്തിൽ നിർവഹിക്കുന്ന 2 സുജൂദാണ് സുജൂദു സഹു എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോ സഹു അശ്രദ്ധയാണ്, അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നമാണ്. ഇവിടെ അല്ലാഹു തആല ഇയാളുടെ ലക്ഷണം പറയുന്നത് ആരാണ് നാശം പ്രവചിക്കപ്പെട്ട, അല്ലെങ്കിൽ അല്ലാഹു തആല നാശമുണ്ട് എന്ന് താക്കീത് നൽകിയിരിക്കുന്ന നമസ്കാരക്കാർ. അവരുടെ ലക്ഷണം അല്ലദീനഹും അവർ, അൻ സ്വലാത്തിഹിം അവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ, സാഹൂൻ അശ്രദ്ധരാണ്. ഇവിടെ തഫ്ഹീമുൽ ഖുർആനിൽ സയ്യിദ് മൗദൂദി അത് വിശദീകരിക്കുന്നിടത്ത് പ്രത്യേകം പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം എന്നല്ല, അല്ലദീനഹും അൻ സ്വലാത്തിഹിം എന്നാണ് എന്നത് വിശദീകരിക്കുന്നുണ്ട്. ഫീ സ്വലാത്തിഹിം എന്നാണെങ്കിൽ നമസ്കാരത്തിനിടയിൽ എന്നുള്ള ആശയമാണ് വരിക. നമസ്കാരത്തിൽ അശ്രദ്ധരാണ് എന്ന് വരുമ്പോ നമസ്കരിക്കാൻ കൈകെട്ടിയാല് മറ്റു പല ചിന്തകളും കടന്നു വരിക, അല്ലെങ്കിൽ നമസ്കാരത്തിൽ റക്അത്തിന്റെ എണ്ണം മറന്നു പോവുക, ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ? ഇങ്ങനെ സംഭവിക്കുന്നവർക്ക് നാശം എന്നാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, അത് പൊതുവെ നമുക്കൊക്കെ സംഭവിക്കാറുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയായിരിക്കാം. എന്തായാലും പ്രവാചകനും നമസ്കാര വേളയിലെ മറവി സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള പരിഹാരമാണ് സുജൂദു സഹവ് എന്നത്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണോ? അതല്ല, മറിച്ച് നമസ്കാരത്തിന്റെ കാര്യത്തിൽ തന്നെ അശ്രദ്ധ, നമസ്കാരത്തിന്റെ സമയത്തെക്കുറിച്ച് ബോധമില്ല, സമയമായാൽ നമസ്കരിക്കണം എന്നുള്ള ഒരു ജാഗ്രതയില്ല, സമയം അവസാനിക്കുന്നതുവരെ അശ്രദ്ധമായി നീട്ടിക്കൊണ്ടുപോകുന്ന പ്രവണത ഉണ്ടാവുക, ഒറ്റയ്ക്കാകുമ്പോൾ അലസനാവുക, ആൾക്കൂട്ടത്തിലാകുമ്പോൾ മാത്രം ആവേശപൂർവം നമസ്കരിക്കാൻ വേണ്ടി രംഗത്ത് വരിക, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള നമസ്കാരത്തോട് ഒരാൾ കാണിക്കുന്ന വിമുഖതയാണ്, അലസതയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. വിശുദ്ധ ഖുർആൻ മുനാഫിക്കുകളെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ സൂറ അൻ-നിസ, അതുപോലെ സൂറത്തു തൗബ തുടങ്ങിയ സൂറകളിലൊക്കെ അവരുടെ ലക്ഷണമായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. അവർ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അശ്രദ്ധരായി, അലസരായിട്ടാണ് നിസ്കരിക്കാൻ നിൽക്കുക. യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നിസ്കരിക്കുക. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവെ വളരെ കുറച്ച് മാത്രമേ അവർ സ്മരിക്കുകയുള്ളൂ എന്ന് സൂറത്തു നിസായിലുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അലസമായി മറ്റാർക്കോ വേണ്ടി എന്ന പോലെ നിസ്കരിക്കാം. ഇപ്പൊ നമസ്കാരത്തില് കുട്ടികൾക്ക് പലപ്പോഴും വിമുഖത ഉണ്ടാവും, അലസത കാണിക്കുന്ന കൗമാരക്കാരെയൊക്കെ കാണാം. എന്ന പോലെ പ്രായവും പക്വതയൊക്കെ എത്തിയ ആളുകൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധമായ നിലപാട് സ്വീകരിക്കുന്നതിനെയാണ് ഇവിടെ അള്ളാഹു തആല പ്രത്യേകം എടുത്തു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. നിഫാഖ് മനസ്സിനകത്തുള്ളവർ അസ്ർ നമസ്കാരം പിന്തിച്ച് മഗ്രിബിനോട് അടുത്ത സമയം വരെ കൊണ്ടുപോകും. അങ്ങനെ സൂര്യൻ പിശാചിന്റെ കൊമ്പുകൾക്ക് മുകളിൽ നിൽക്കുന്ന സമയത്ത്, അഥവാ അസ്തമയം ആരംഭിച്ച സമയത്തായിരിക്കും അവർ കുത്തിമറിയുന്നത്. അത്തരം നമസ്കാരക്കാർക്ക് നാശം. 4 റക്അത്തുകൾ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിമറിഞ്ഞ് നമസ്കരിക്കുന്ന ആളുകളാണ് അവർക്ക് നാശം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ഉണർത്തുന്നുണ്ട്.
അപ്പൊ ആ ഒരു അവസ്ഥയിൽ മനസ്സിൽ ഈമാനില്ലാതെ അള്ളാഹുവിന് മുമ്പിൽ ചെന്നു നിൽക്കുമ്പോൾ ഉള്ള അനുഭൂതി ആസ്വദിക്കാൻ കഴിയാതെ കാപട്യമാകുന്ന രോഗത്തിന് അടിമപ്പെട്ടു പോയ ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു മുഅ്മിനിന്റെ മാനസികാവസ്ഥ എന്താ? മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അസ്വലാത്തു മുനാജാത്തുൽ മുഅ്മിൻ, വിശ്വാസിയുടെ അള്ളാഹുവുമായുള്ള സ്വകാര്യ സംഭാഷണമാണ് നമസ്കാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ എത്രമാത്രം ആസ്വദിച്ചിരുന്നു. ഖുർറത്തു ഐനി ഫി സ്വലാ, നമസ്കാരത്തിലാണ് എനിക്ക് കൺകുളിർമ അനുഭവപ്പെടുന്നത്. ഇങ്ങനെ നമസ്കാരത്തെ പ്രതീക്ഷിച്ച് കഴിയുന്ന, ഒരു നമസ്കാരം കഴിയുമ്പോൾ അടുത്ത നമസ്കാരത്തിന്റെ സമയത്തിന് വേണ്ടി ജാഗ്രത കാണിച്ച് എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പ്ലാൻ ചെയ്യുന്ന രീതിയാണ് വിശ്വാസികൾ ഉണ്ടാവുക. പക്ഷെ ഇവര് നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരായിരിക്കും എന്ന് ഖുർആൻ ഉണർത്താണ് ഇവിടെ. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നമസ്കാരത്തിൽ അശ്രദ്ധരായ നമസ്കാരക്കാർക്ക് നാശം എന്ന് ഇവിടെ അല്ലാഹു തആല നമ്മെ താക്കീത് ചെയ്യാണ്. നാം ഓരോരുത്തരും നമസ്കാരത്തെ കുറിച്ച് വളരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമസ്കാരത്തിന്റെ ഘടന അതുപോലെ സമയബോധം വളരെ പ്രധാനമാണല്ലോ. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സൂറത്തുൻ നിസാഇൽ 103-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമസ്കാരത്തിന്റെ സമയബോധത്തെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. നിശ്ചയം നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയബന്ധിതമായ നിർബന്ധ കർമ്മമാകുന്നു. അത് മുഖേന നമ്മുടെ ജീവിതത്തെ തന്നെ ആസൂത്രണം ചെയ്യാനും ദിനചര്യയെ ക്രമീകരിക്കാനും സമയബോധം എന്ന സംസ്കാരം പരിശീലിക്കുവാനും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് അതുവഴി ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച അനുഷ്ഠാനങ്ങൾ അതിൻ്റെ പൂർണ്ണതയോടുകൂടി തന്നെ ആസ്വദിച്ചും അനുഭവിച്ചും നിർവഹിക്കുവാൻ നമുക്ക് സന്മനസ് നൽകുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.